നമ്മളിനി അടുത്തത് 8ാമത്തെ സീക്രട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്ത് സീക്രട്ട്? എങ്ങനെ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരാൻ സാധിക്കും. 7 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയറാണല്ലോ? 7 ക്ലിയറാണല്ലോ? 8ാമത്തെ പേജിനകത്ത് നമ്മളെ പ്രൊജക്ഷൻ നമ്മൾ ആ ഒരു റിപ്പോർട്ടിനകത്ത് കാണിക്കേണ്ടത് ഫിനാൻഷ്യൽ ആൻഡ് റവന്യൂ പ്ലാൻ. എത്ര വർഷം കൊണ്ടാണ്, അല്ലെങ്കിൽ ഓരോ വർഷം കൊണ്ട് നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കും, ഒരു 5 വർഷത്തെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് വല്ലാതെ എക്സാജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോധ്യപ്പെടില്ല. കഴിയുന്നത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എന്തിൻ്റെ? ഫിനാൻഷ്യൽ ആൻഡ് റവന്യൂ റിപ്പോർട്ട് അവർക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ആ ഇൻവെസ്റ്റർക്ക് തോന്നുള്ളൂ ഇവർക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ട്, ഒരു ലോങ് ടേമാണ്, ഈ 5 വർഷത്തെ ഈ പ്ലാനിൽ ഈ റവന്യൂ അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഫിനാൻഷ്യൽ പ്ലാനുകളാണ് അവർക്ക് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾക്കുണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ക്ലിയറാണോ? 8 പഠിച്ചു. താങ്ക് യു.